ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ധനമെന്ന് പറയുന്നത്. അപ്പോൾ ആ ധനവരവ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്നതിനും ദാരിദ്ര്യം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിനുമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് കടം നശിച്ച് ധനം ഉണ്ടാകുന്നതാണ്. അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാതായി നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. മറ്റൊന്നുമല്ല, നമുക്ക് വ്യാഴാഴ്ച, അതായത് ഒക്കുന്നവരൊക്കെ വ്യാഴാഴ്ച വ്രതം എടുക്കാൻ നോക്കുക. അതായത് ബുധനാഴ്ച ദിവസമേ നമ്മൾ വ്രതമായിട്ടിരിക്കുക. അതായത് വ്രതമായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെജ് മാത്രം കഴിക്കുക, അത്രയേ ഉള്ളൂ. വ്രതം എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസത്തെ. വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം നമ്മൾ പ്രഭാത ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഭഗവാന് മുന്നിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കാം. പ്രത്യേകിച്ച് നാരായണനെയാണ് അന്ന് മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ അവിടെ നിന്ന്, അതായത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ഭഗവാനെ വിളിക്കുക. അതായത് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക. ഉറപ്പായിട്ട്, അതായത് അന്നത്തെ ദിവസം നമ്മൾ ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിക്കാൻ നോക്കുക. ബാക്കി 2 ടൈമിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി അങ്ങനെയുള്ള ഗോതമ്പ് ഐറ്റംസ് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരു 108 പ്രാവശ്യം ജപിക്കാമെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമവും ഇതോടൊപ്പം തന്നെ ജപിക്കുക. അപ്പം ധനപരമായിട്ട് വിഷമിച്ചിരിക്കുന്നവർ, അതുപോലെ ദാരിദ്ര്യവും കടവും കൊണ്ടൊക്കെ വലഞ്ഞു നടക്കുന്നവർ ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്ത്രം ജപിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.